നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പുതിയ കോച്ച് റോസ്നിയറുടെ കീഴിലെ ആദ്യ പ്രീമിയർ ലീഗ് വിജയം ചെൽസി നേടുന്നു. അതേസമയം നിലവിലെ ചാമ്പ്യന്മാരായ ലിവർപൂളിന് ജയിക്കാനാവുന്നില്ല. ഇനിയിപ്പോൾ ചെൽസി ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ബ്രെൻഫോർഡിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ജാവോ പെഡ്രോയും പാൽമറുമാണ് അവർക്കായിട്ട് ഗോളുകൾ കണ്ടെത്തിയിരിക്കുന്നത്. മത്സരത്തിൽ ചെൽസിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ലെവലിൽ ജാവോ പെഡ്രോയും പെഡ്രോനെറ്റയും കോൾ പാൽമറും ഗർനാച്ചോയും ഒക്കെ ഒരുമിച്ചാണ് അണിനിരന്നത്. കളിമനിയാൻ എൻസോ ഫെർണാണ്ടസ് ഉണ്ടായിരുന്നു, ഒപ്പം മോയിസസ് കൈസേഡോ ഉണ്ടായിരുന്നു. എന്നാൽ കളിയുടെ 26ാമത്തെ മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസിൻ്റെ അസിസ്റ്റിൽ നിന്ന് ഗോളടിച്ചുകൊണ്ട് ജാവോ പെഡ്രോ ചെൽസിയെ മുന്നിലെത്തിച്ചു. രണ്ടാം പകുതിയിലായിരുന്നു കോൾ പാൽമറുടെ ഗോൾ വന്നത്. 76ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി അദ്ദേഹം ഗോളാക്കി മാറ്റുകയായിരുന്നു. കളി ജയിച്ചതോടുകൂടി ചെൽസിക്ക് 22 കളികളിൽ നിന്ന് 34 പോയിൻ്റാണുള്ളത്. അവരിപ്പോൾ 6ാം സ്ഥാനത്ത് നിൽക്കുന്നു. അതേസമയം നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള ലിവർപൂൾ വീണ്ടും പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്ന നിരാശാജനകമായിട്ടുള്ള കാഴ്ചയാണ് ഇന്ന് ആരാധകരെ കണ്ടത്. 1-1 സമനില അവർ ബേൺലിയോട്. ഫ്ലോറിയൻ വേർഡ്സ് ലിവർപൂളിനായിട്ട് ഗോൾ അടിച്ചപ്പോൾ എഡ്വാർഡ്സിൻ്റെ ഗോളാണ് ബേൺലിക്ക് സമനില സമ്മാനിച്ചിരിക്കുന്നത്. ഏതായാലും ലിവർപൂൾ ഇപ്പോൾ പ്രീമിയർ ലീഗിൽ 22 കളികളിൽ നിന്ന് 36 പോയിൻറ്റോടെ 4ാം സ്ഥാനത്താണ്. അതേസമയം ടോട്ടനാമിൻ്റെ മത്സരം, ടോട്ടനാം വെസ്റ്റ് ഹാം യുണൈറ്റഡിനോട് പരാജയപ്പെടുന്നൊരു കാഴ്ച കണ്ടു. 2-1 ടോട്ടനാം വെസ്റ്റ് ഹാമിനോട് പരാജയപ്പെട്ടിരിക്കുന്നത്. ക്യൂട്ടി റൊമേറോയാണ് ടോട്ടനാമിൻ്റെ ഗോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും അവരെ സംബന്ധിച്ചിടത്തോളം ഈ സീസൺ അത്ര മികച്ചതല്ല. 22 കളികൾ പിന്നിടുമ്പോൾ അവർക്ക് 27 പോയിൻ്റ് മാത്രമേ ഉള്ളൂ. നിലവിൽ അവർ 14ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.